അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കെല്ലാവർക്കും പെൺമക്കളും ആൺമക്കളും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കടമ മാതാപിതാക്കളുടെയാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, കൊച്ചച്ഛൻ പീഡിപ്പിച്ചിട്ടു ഒരു പെൺകുട്ടീനെ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വാർത്ത കേട്ടപ്പോഴേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ട കടമ മാതാപിതാക്കൾക്കാണ്. പെൺമക്കൾ ജനിക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. പെൺമക്കളെ വളർത്തുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ മക്കളോട് നല്ല ഫ്രണ്ട്ലി രൂപത്തിൽ വളർത്തണം. മക്കൾക്ക് നമ്മളോട് എല്ലാം പറയാൻ കഴിയണം. എന്തുണ്ടെങ്കിലും നമ്മൾ മക്കൾ പറയുന്നത് ചെവി കൂർമ്പിച്ച് വെച്ചിട്ട് കേൾക്കാൻ ശ്രമിക്കണം. അവർ പറയുമ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ തട്ടിക്കളയരുത്. നമ്മൾ ഫുള്ളും കേട്ട് കൊടുക്കണം. അവർ സ്കൂളിൽ പോയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നോട്ടെ, എന്തുമായിക്കോട്ടെ, അവരെന്താണോ പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് ശീലിക്കണം. അങ്ങനെയാണെങ്കിൽ മക്കൾ വലുതാവുമ്പോൾ നമ്മളോട് എല്ലാം പറയും. അതുപോലെ മക്കളോട് പറയണം, എല്ലാം നമ്മളോട് തുറന്ന് പറയണമെന്നും. കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണല്ലോ. ഇപ്പോൾ സ്വന്തം ഉപ്പയെയും സ്വന്തം വീട്ടുകാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ കാലം. നമ്മൾ വാർത്തകളിൽ കേൾക്കുമ്പോൾ ഒരുപാട് ദൂരെയായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അതൊരു നിമിഷം മതി. ഇബ്ലീസിൻ്റെ കെണിയിൽപ്പെട്ടാൽ നമ്മുടെ വീട്ടിലും വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തും കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ആപത്തിൽ പെടാതിരിക്കാൻ വേണ്ടി എല്ലാ മാതാപിതാക്കളും മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെൺമക്കളുള്ള മാതാപിതാക്കൾ മക്കളെ മറ്റുള്ളവരുടെ അടുത്തൊന്നും ഉറക്കാതിരിക്കുക. മാക്സിമം നമ്മുടെ അടുത്ത് തന്നെ ഉറക്കുക. അവരെവിടെയാണോ ഉറങ്ങുന്നത്, മക്കളെ എവിടെയാണോ നിൽക്കുന്നത്, എപ്പോഴും പെൺമക്കളെ മേലും ഒരു കണ്ണുണ്ടാവുക. എന്നാൽ ഇങ്ങനെയുള്ള കെണിയിലൊന്നും നമ്മളെ മക്കൾ പെടില്ല. അതുപോലെ അനാവശ്യമായിട്ട് പുറത്തുള്ള ആരെങ്കിലും, ഇതുപോലെയുള്ള ആരെങ്കിലും നമ്മുടെ മക്കളിൽ കൂടുതൽ സ്നേഹവും വാത്സല്യവും സ്വാതന്ത്ര്യവും ചെറിയ മക്കളാണെങ്കിൽ കാണിക്കുമ്പോൾ അത് നമ്മൾ അകറ്റുക. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അകറ്റുക, ഇതുപോലെയുള്ള കെണിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ആൺമക്കളെയും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനൊക്കെയുള്ള ഒരു തൗഫീക്ക് മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെയുള്ള ആപത്തുകളിൽ പെടുത്താതിരിക്കട്ടെ. ഇതുപോലെയുള്ള വാർത്തകളൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ, ലൈക്കും ചെയ്യണേ. ഈ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.